അസ്സലാമു അലൈക്കും. ജുബീസ് വീഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സ്കൂൾ പ്രോഗ്രാമിന് പോവുകയാണ്. ഡ്രസ്സൊക്കെ മാറ്റി റെഡിയായി. ഷെനുമോളൊക്കെ ഉണ്ട് കേട്ടോ. അതന്നെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഷെനുവിൻ്റെ പ്രോഗ്രാമൊക്കെ നിങ്ങൾക്ക് കാണാം കേട്ടോ. അപ്പോൾ ഷെനു കുളിച്ച് മാറ്റിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നവിടെ പോവുകയാണ് കേട്ടോ. അങ്ങനെ എന്താ നമ്മൾ രാവിലെ 9:30 സ്കൂളിലേക്ക് എത്തി. സ്കൂളിൽ വന്നപ്പോൾ ആരുമില്ല, എല്ലാവരും വരാനൊക്കെ ഉള്ള സമയം ആവണുള്ളൂ കേട്ടോ. അപ്പോൾ മക്കൾക്ക് പ്രോഗ്രാം ഉണ്ടായിരുന്നു. നമ്മൾ നേരത്തെ തന്നെ വന്നത്. അവർക്ക് ഡ്രസ്സ് മാറ്റാനും അതുപോലെ മേക്കപ്പ് ചെയ്യാനൊക്കെ നമുക്ക് ടൈം വേണമല്ലോ. അപ്പോൾ അതിനാണ് നമ്മൾ നേരത്തെ വരാൻ പറഞ്ഞത്. അപ്പോൾ മോൾക്ക് ഇതാ നല്ല പാകത്തൊരു ബ്ലൗസൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ മിസ്സുമാർ ഇവിടെ ഡ്രസ്സൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഷെനുമോൾക്കാണ് ഇപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മിസ്സുമാർ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. മേക്കപ്പ് ചെയ്യാൻ ആൾ സെറ്റാക്കിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് മിസ്സിൻ്റെ മോളാണ്. അപ്പം അവളൊക്കെ ഒരുങ്ങി റെഡിയായി മേക്കപ്പൊക്കെ ചെയ്തു. പിന്നെ എന്താ നമ്മുടെ ഷെനുമോൾ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അവളെ ബ്ലൗസൊക്കെ അവൾക്ക് സെറ്റാണ് കേട്ടോ. എല്ലാം പറഞ്ഞടുപ്പിച്ച പോലെ പാകത്തിനായിരുന്നു. നമ്മളിവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഷെനുമോൾ ഇവിടെ ഒരുങ്ങിയിട്ടുണ്ട്. ഏകദേശം നമ്മൾ ഇനി മേക്കപ്പും കൂടി ചെയ്യാനുണ്ട്. ബാക്കിയുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടു. കമ്മലൊക്കെ ഇട്ട് കാണിച്ച് സുന്ദരി ആവുന്നുണ്ട്. പക്ഷേ ഓൾമോസ്റ്റ് നമ്മളിപ്പോൾ തിരുവാതിരക്കളീൻ്റെ സെറ്റപ്പ് പ്രോഗ്രാമാണ് കേട്ടോ. നമ്മളിവിടെ ഷെനുമോളിന് മേക്കപ്പൊക്കെ ചെയ്യാനുണ്ടല്ലേ. മേക്കപ്പ് ചെയ്തിട്ട് കാണട്ടെ ഗൈസ്. അപ്പോൾ തിരുവാതിര കളിക്കുള്ള നമ്മളെ കോസ്റ്റ്യൂമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതാ ഇനി മേക്കപ്പ് ചെയ്യാനുണ്ട്. മോള് മൈലാഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല 2 കയ്യിലും അപ്പൊക്കെ ഇട്ട് ഇങ്ങനെ മൈലാഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് കമ്മലഞ്ഞ് മാറ്റണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവരൊക്കെ റെഡി ആയിട്ട് ഇരിക്കുകയാണ്. ഇനി മേക്കപ്പ് ചെയ്താൽ മതി. പിന്നെ നമ്മൾ ഷെനുമോളും അതുപോലെ നമ്മൾ LKG സ്റ്റുഡൻസ് എല്ലാവരും ഫസ്റ്റ് ടൈമാണ് നമ്മളെ പ്രോഗ്രാമൊക്കെ കളിക്കുന്നത്. അങ്ങനെ നമ്മൾ ഈ ഒരു കമ്മൽ നമ്മൾ സെറ്റാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ മക്കളും ഇത് തന്നെയാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ ഷെനുമോള് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യുന്നപ്പോൾ മാഷാഅല്ലാഹ് അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ 3 ചേച്ചിമാരുണ്ടായിരുന്നു നമുക്ക് മേക്കപ്പൊക്കെ കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കാനും. അപ്പോൾ മേക്കപ്പ് ചെയ്യാൻ ആളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 3 ചേച്ചിമാരെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ ഷെനുമോൾക്കാണ് മേക്കപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ മേക്കപ്പിൽ എല്ലാ കുട്ടികളും മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഷെനുമോളും അതുപോലെ വേറെ 2 കുട്ടികളും കൂടി ചെയ്യാനുള്ളൂ കേട്ടോ. അപ്പോൾ ഷെനുമോളെ മേക്കപ്പൊക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഭയങ്കര ഇൻട്രസ്റ്റോടെ ഇരുന്നൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് മേക്കപ്പ് ചെയ്യുമെന്ന് പറഞ്ഞാൽ അവളെ ഫേവറേറ്റ് ആണ് കേട്ടോ. അപ്പോൾ മുടിയൊക്കെ പിന്നെ അവൾ ചെറിയ മുടിയായതുകൊണ്ട് കുറേ സ്ലൈഡൊക്കെ കുത്തിയിട്ടാണ് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടിരിക്കണം. മേക്കപ്പൊക്കെ ചെയ്ത് കൊടുക്കാൻ ഒരാളുണ്ടാകുമ്പോൾ അത് നല്ല എൻജോയ് ചെയ്തിട്ടുണ്ട് കേട്ടോ അവൾ. പിന്നെ മോളുടെ ഫസ്റ്റ് പ്രോഗ്രാമാണ്. അവൾ ആദ്യമായിട്ടാണ് സ്റ്റേജിൽ കയറുന്നത്. അപ്പോൾ ഒരു സങ്കട കുട്ടിയാണ് കേട്ടോ. എപ്പോഴും എന്നെ ഒട്ടി നിൽക്കുന്ന ആളാണ്. പക്ഷേ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. മോൾ ഒറ്റക്ക് കളിക്കുമോ, വീട്ടിൽ നല്ല കളിക്കും, പക്ഷേ സ്റ്റേജിലൊരു അവസ്ഥ എന്താവും എനിക്കറിയില്ലായിരുന്നു. പിന്നെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അവൾ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അവൾ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. നല്ല പ്രോഗ്രാം വന്നപ്പോൾ അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ കുട്ടീസൊക്കെ ഇവിടെ റെഡി ആയിട്ട് നിൽക്കണം. എല്ലാവരും സുന്ദരികളായിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് പ്രോഗ്രാമിൻ്റെ ഒരു ഗ്രൂപ്പ് ഡാൻസാണ്. അപ്പോൾ അവർ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ. നമ്മൾ UKG സ്റ്റുഡൻസിൻ്റെ പ്രോഗ്രാമിന് വേണ്ടി മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ മക്കളും ഇവിടെ നല്ല മുഞ്ചത്തികളായിട്ടുണ്ട് കേട്ടോ. നല്ല മക്കളായിട്ട് മിടുക്കിയായിട്ട് മേക്കപ്പൊക്കെ ചെയ്ത് ഇരിക്കുകയാണ് കേട്ടോ. ഇവർ കോസ്റ്റ്യൂം ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളിയാണ്. എല്ലാവരുടെയും നമ്മൾ ഈ സ്കൂളിൽ എല്ലാ പ്രോഗ്രാമും കോസ്റ്റ്യൂം റെൻറ്റിന് വാങ്ങിയതാണ് കേട്ടോ. എല്ലാ ഡ്രസ്സും നല്ല അടിപൊളിയായിരുന്നു. അവരത് കളിക്കുമ്പോൾ അത് കാണുമ്പോഴേക്ക് ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അത് എല്ലാം ഡ്രസ് കോഡായി വരുമ്പോൾ നല്ല രസമായിരുന്നു. അപ്പോൾ അതാ എല്ലാവരും ഇവിടെ ഒരുങ്ങി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ തിരുവാതിര കുട്ടികളൊക്കെ ഇവിടെ ഒരുങ്ങി റെഡി ആയിട്ടുണ്ട്. ഇനി അവർക്ക് വേണ്ടി ഒരു വീഡിയോ ക്ലിപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് അവരങ്ങനെ ഒന്ന് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഷെനുമോളത്തെ ബാക്കിൽ വരുന്നുണ്ട്. അവൾ മാത്രം ഇതിൽ ചെറുതിട്ടോ. ബാക്കി എല്ലാവരും കുറച്ച് വലുപ്പമിട്ട്. പക്ഷെ അവളെ പ്രത്യേകിച്ച് എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മാഷാ അല്ലാഹ് മേക്കപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പം എല്ലാവരും നല്ല മിടുക്കി കുട്ടികളായിട്ടുണ്ട്, സുന്ദരികളായിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ അവരുടെ എയറൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ അതൊക്കെ പിന്നെയൊക്കെ കുത്തി സെറ്റാക്കാൻ കുറച്ച് മെനക്കേടായിരുന്നു കേട്ടോ. ഏതായാലും അവർ ആ വടയൊക്കെ കെട്ടി എല്ലാം നമ്മൾ ഫാൻസിൻ്റെ അവർ ആഭരണങ്ങളെല്ലാം ഇട്ടപ്പോൾ വളയൊക്കെ ഇട്ട് മൈലാഞ്ചി എല്ലാം കൂടി കാണുമ്പോൾ ഓൾമോസ്റ്റ് അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി കൊണ്ടുപോവാണ് അവർ സ്റ്റേജിനുള്ളിൽ കയറ്റാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കുഞ്ഞു മക്കളെ തിരുവാതിരക്കളിൻ്റെ പ്രോഗ്രാമിൻ്റെ ലിസ്റ്റൊക്കെ ഇവിടെ വിളിച്ച് കഴിഞ്ഞു. ഇനി അവർ പ്രോഗ്രാം തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. ഇനി ഇവർ കളിക്കുന്ന ഈ തിരുവാതിര കളിയിൽ പാട്ട് ഇതിൽ അപ്ലോഡ് ആക്കാൻ പറ്റണില്ല. ഇതിൽ നേരത്തെ അപ്ലോഡ് ആക്കിയപ്പോൾ കോപ്പിറൈറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് പോയി നോക്കേട്ടോ. അപ്പോൾ അതിൽ നമ്മൾ തിരുവാതിരക്കളിൻ്റെ സോങ് വരുന്നത് ഇത് ശരിക്കും സോങ് കൈതപ്പുവാണ്. ആ ഒരു സോങ് തന്നെ നമുക്ക് ഷോർട്ട് വീഡിയോയിലും കാണാം കേട്ടോ. അപ്പോൾ അങ്ങനെ മക്കൾ ഒരു തിരുവാതിര കാണുമ്പോൾ തന്നെ നല്ലൊരു രസമായിരുന്നു. ഓരോ നൃത്തങ്ങളും ഒരു കാല് കൊണ്ടും കൈ കൊണ്ടും കാട്ടുന്ന ഓരോ ചുവട് വെപ്പും നല്ല രസമായിരുന്നു കേട്ടോ. നല്ല ആസ്വദിച്ച് കളിക്കുന്നുണ്ട് എല്ലാ മക്കളും. പിന്നെ ഒരു ഡ്രസ്സൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. ആ ഒരു കളർ കോമ്പിനേഷനൊക്കെ. പിന്നെ ഷെന്നുമോളാണ് അതിൽ ചെറുത്. അപ്പോൾ അവൾ കളിക്കുന്നത് കാണാൻ പ്രത്യേകിച്ച് ഒരു ഭംഗിയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കുറച്ച് സെൻറ്ററിലേക്ക് മാറിയിട്ടാണ് അവൾ കളിക്കുന്നത്. ഒരു റൗണ്ട് ഷേപ്പ് അവൾ ഫ്രണ്ടൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ അവൾ നല്ല എൻജോയ് ചെയ്തിട്ടുണ്ട് കളിയൊക്കെ കേട്ടോ. എല്ലാവരും നല്ല കുട്ടികളായിട്ട് കളിച്ചിട്ടുണ്ട്. പിന്നെ ഈ കളിയിൽ ഇതിൽ മസ്റ്റായിട്ട് പറഞ്ഞൊരു കാര്യം, മിസ്സ് അത്രത്തോളം എഫക്റ്റ് എടുത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. മിസ്സിന് സുഖമില്ലാത്ത സമയത്തൊക്കെ നല്ലോണം പഠിപ്പിച്ച് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചിട്ടുള്ളൊരു കളിയാണ്. മോള് വീട്ടിൽ വന്നാൽ പോലും നല്ല പ്രാക്ടീസ് ചെയ്യാറുണ്ട് കേട്ടോ. ഇതിൽ മിസ്സിൻ്റെ ഒരു മോളും കൂടി ഉണ്ട്, തക്കുടു എന്നാണ് പേര്. ആ കുട്ടിയും കൂടി ഇതിൽ കളിക്കുന്നുണ്ട്. മിസ്സിൻ്റെ മോളും ഇതിൽ ഇവരെ ക്ലാസ്സിലത്തെ ഒരു സ്റ്റുഡൻ്റാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കുട്ടികൾ പ്രോഗ്രാമൊക്കെ ഇവിടെ തകർത്താടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കളികളും അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ വോയിസ് കൊടുക്കുന്നത് ഇതിൽ പാട്ട് എങ്ങനെയാലും അപ്ലോഡ് ആക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നിങ്ങൾ വോയിസ് കേൾക്കുമ്പോൾ അതിനനുസരിച്ച് കളിയും കൂടി ഒന്ന് ശ്രദ്ധിക്കട്ടോ. അപ്പോൾ നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. ആ പാട്ട് എന്ന് പറഞ്ഞാൽ കൈതപ്പൂ മണം വീശു എന്നിട്ടുള്ള പഴയ ഓൾഡ് സോങ്ങാണ്. അപ്പോൾ എന്തോ ഈ പാട്ടില്ലാതെ ഇപ്പോൾ ഇതിലേക്ക് എന്തോ മാതിരി ഉണ്ട് കേട്ടോ. അപ്പോൾ കോപ്പിറൈറ്റ് ഇഷ്യൂ കാരണമാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇവരെ ഒരു പ്രോഗ്രാമും അതുപോലെ മറ്റ് പ്രോഗ്രാമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ സപ്പോർട്ട് ചെയ്യണം. നമ്മൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് ഒരു കുട്ടികൾ ഡാൻസും കൂടി ഒന്ന് കാണാം. കളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഡ്രസ്സൊക്കെ മേക്കപ്പൊക്കെ പകരുന്നുണ്ട്. കളിയൊക്കെ കഴിഞ്ഞപ്പോൾ മാഷാഅല്ലാ അടിപൊളിയായിരുന്നു. നമ്മൾ മക്കളും എല്ലാം ഓരോരുത്തരും നല്ല അടിപൊളിയായിട്ട് കളിച്ചു. പിന്നെ ഇവർ ആദ്യമായിട്ട് കളിക്കണോണ്ട് ആ ഒരു പേടി നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷേ പ്രതീക്ഷ മതിയില്ല, കുട്ടികളൊക്കെ പൊള്ളിയായിരുന്നു കേട്ടോ. നമ്മൾ വലിയ മക്കളെക്കാട്ടി അടിപൊളിയായിട്ട് അവർ കളിച്ചിട്ടുണ്ട്. ഇനി കാണാൻ പോകുന്ന ആൺകുട്ടികളെ ഒപ്പനയാണ്. കണ്ണൂർ ഷെരീഫിൻ്റെ ഒരു സോങ്ങാണ്. അപ്പോൾ ആ സോങ്ങൊന്നും ഇതിൽ അപ്ലോഡ് ആക്കാൻ പറ്റണില്ല. പിന്നെ അടിപൊളിയായിരുന്നു ഒപ്പന. ചെക്കനെ ചേർന്ന് വന്നിരിക്കൊന്നുമില്ലായിരുന്നു. കാരണം അവനെന്തോ ഇങ്ങനെ നോക്കി നിന്ന പോലെയാണ്. പക്ഷേ ആൾ ചെയറിൽ വന്നിരിക്കണില്ല. മറ്റേ കുട്ടികളും അവനെ കൊടുന്ന് ഇരുത്തുള്ളില്ല കേട്ടോ. നല്ല വിറ്റായിരുന്നു ഈ ഒരു ഒപ്പന കാണുമ്പോൾ. അവസാനം ടീച്ചർ വന്ന് ഇരുത്തി കൊടുത്തപ്പോഴാണ് പിന്നെ അവനെ ഇരുന്നത് കേട്ടോ. പക്ഷെ മക്കളൊക്കെ അടിപൊളിയായിട്ട് കളിച്ചു. പിന്നെ ചെറിയ കുട്ടികളല്ലേ, അപ്പോൾ അവരെ കൊണ്ട് കഴിയണ മാതിരി അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് പ്രോഗ്രാം ഒരു UKG കുട്ടികൾ ഗ്രൂപ്പ് ഡാൻസാണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഈ ഡാൻസൊക്കെ കാണാനും. അവരുടെ ഡ്രസ്സും അടിപൊളിയായിരുന്നു. നല്ല രസമുണ്ട്. പിങ്ക് ഷെയ്ഡിൽ വരുന്ന നല്ലൊരു ഉടുപ്പായിരുന്നു. എന്നിട്ട് തൊപ്പിയൊക്കെ ഇട്ടിട്ട് നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ. എനിക്ക് സത്യം പറയുകയാണെങ്കിൽ ഭയങ്കര വിഷമമുണ്ട് കേട്ടോ ഈ വോയിസ് കൊടുക്കുമ്പോൾ. ഇവരൊക്കെ കളീൻ്റെ ഇതിൻ്റെ കൂടെ ഈ സോങ്ങും കൂടി ഉണ്ടാവുകയാണെങ്കിൽ നല്ല രസമുണ്ടാവും. പക്ഷേ നമ്മൾ യൂട്യൂബിൽ കോപ്പിറൈറ്റ് കാരണമാണ് ഒന്നും നമുക്കിതിൽ പുറത്തു നിന്നുള്ള ഒരു സോങ്ങും ഇതിൽ അപ്ലോഡ് ആക്കാൻ പറ്റണില്ല. നമ്മളിത് ശരിക്കും കോപ്പിറൈറ്റ് എന്ന് പറയുമ്പോൾ കോപ്പി ചെയ്ത സോങ്ങാണ് നമ്മളിതിൽ കോപ്പിറൈറ്റ് കാണിക്കുന്നത്. പക്ഷേ എന്താ ചെയ്യുക, ഇതിൽ അത് അപ്ലോഡ് അല്ലാത്തതുകൊണ്ടാണ്. പിന്നെ നമുക്കിതിൽ യൂട്യൂബിൽ നിന്നായിട്ട് ഷോർട്ടിൽ മാത്രമേ നമുക്ക് സോങ് എടുക്കാൻ പറ്റുന്നുള്ളൂ. അല്ലാതെ ഇങ്ങനെ നമ്മൾ ലോങ് വീഡിയോയിൽ ഇത് പറ്റുന്നില്ല കേട്ടോ.
അങ്ങനെ കുഞ്ഞു മക്കളുടെ ഡാൻസ് പ്രോഗ്രാമൊക്കെ നല്ല രസമായിരുന്നു കാണാൻ. സൂപ്പറായിട്ട് എല്ലാ മക്കളും കളിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ അത്യാവശ്യം ക്രൗഡും ഉണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം ആളുകൾ കാണാനും വന്നിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം ഈവനിങ്ങിനൊക്കെ നന്നായിട്ട് ആൾ കൂടിയിരുന്നു കേട്ടോ. അങ്ങനെ ഓരോരുത്തരും പ്രോഗ്രാമൊക്കെ ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ ഷോർട്ടാക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതുപോലെ ഓരോ പ്രോഗ്രാമിനും ഓരോ കുട്ടികൾ കളിക്കുമ്പോൾ എൻ്റെ ഷെനുമോൾ എന്നാൽ ഇനി ഒന്ന് ചുവടുവെപ്പ് വെക്കുക, ഒന്ന് അവളൊന്ന് സ്റ്റേജിൽ കളിച്ച് കാണാൻ ഒരുപാട് ആഗ്രഹിച്ചൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് എൻ്റെ മോള് കളിച്ചപ്പോൾ മാഷാല്ലാ എനിക്ക് ഭയങ്കര മനസ്സറിഞ്ഞൊരു സന്തോഷം കൂടിയായിരുന്നു. അപ്പോൾ നമ്മളെ മക്കൾ ഇതുപോലെ ഓരോ പരിപാടീസ് കളിച്ച് വരുമ്പോൾ അത് കാണുമ്പോൾ അത് വളരെ സന്തോഷമുള്ള നിമിഷമായിരുന്നു. നന്നായിട്ട് കുട്ടികളൊക്കെ കളിച്ചിട്ടുണ്ട്, ഒരു രക്ഷയില്ലായിരുന്നു. വലിയ മക്കളെക്കാട്ടി മക്കൾ നന്നായി അടിപൊളിയായിട്ട് തന്നെ കളിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നെക്സ്റ്റ് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഞങ്ങളിതാ ഷെനുമോളെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് സംഘനൃത്തമാണ് മോൾക്ക് കളിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് അവളെ കോസ്റ്റ്യൂം കേട്ടോ. അപ്പോൾ മാലൊക്കെ ഇവിടെ നമ്മൾ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുങ്ങി ഡ്രസ്സൊക്കെ മാറ്റി ഒരുങ്ങി വടയൊക്കെ കെട്ടി ആഭരണങ്ങളൊക്കെ ഇട്ട് സെറ്റായിട്ടുണ്ട്. ഇനി മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനു വേണ്ടി സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഷെനുമോളെ മേക്കപ്പാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മോളെ മുടി ചെറുതായതുകൊണ്ട് വടയൊക്കെ വെക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ ഇനി നെക്സ്റ്റ് ചിലങ്കയാണ് കെട്ടി കൊടുക്കുന്നത്. ഇത് കെട്ടുമ്പോൾ എന്തോ ഒരു വല്ലാത്തൊരു തന്നെയായിരുന്നു, ഒരു മൊമെൻ്റ് ആയിരുന്നു. ഷെനുമോളുടെ ആദ്യം നൃത്തമായതുകൊണ്ട് ഈ ചിലങ്കൊക്കെ കിട്ടിയപ്പോൾ എന്തോ വല്ലാത്തൊരു സന്തോഷമായിരുന്നു കേട്ടോ. ഒരു ആദ്യ ചുവടുവെപ്പാണ് നമ്മളെ മോളുടെ. അപ്പോൾ ഈ ചിലങ്കയൊക്കെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ, അപ്പോൾ അത് കിട്ടുമ്പോൾ എനിക്ക് വല്ലാത്തൊരു സന്തോഷം കൂടിയായിരുന്നു കേട്ടോ. അപ്പോൾ അവൾ നന്നായിട്ട് ഈ ചിലങ്ക കെട്ടിന് ശേഷം പിന്നെ നന്നായിട്ട് ശബ്ദം കേൾക്കുമ്പോൾ നല്ലൊരു ഇൻട്രസ്റ്റ് അവൾക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അതാണ് അവൾ ഒന്നും കൂടി നമ്മൾ ഡാൻസിനെ ഉഷാറാക്കിയിട്ടുണ്ട്. ഫസ്റ്റ് തൊട്ട് എൻ്റെ വരെ മോൾ ചിരിച്ച് കളിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ആസ്വദിച്ചിട്ടുണ്ട്, നല്ല എൻജോയ് ചെയ്ത് കുട്ടി കളിച്ചിട്ടുണ്ട്. മാഷാല്ലാ ടീച്ചർക്കാണ് അതിൻ്റെ ഏറ്റവും വലിയ ക്രെഡിറ്റ്. ടീച്ചർ അത്രത്തോളം എഫർട്ട് എടുത്ത് മക്കളെ പഠിപ്പിച്ചിട്ടുണ്ട്. വയ്യാത്ത സമയത്ത് പോലും മിസ് അത്രയോളം എഫർട്ട് എടുത്ത് പഠിപ്പിച്ചൊരു പ്രോഗ്രാമും കൂടിയാണ് ഈ സംഘനൃത്തം. ഷെനുമോളിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഷെനുമോളെ പരിപാടിയൊക്കെ നമുക്ക് കാണാം കേട്ടോ. ഇനി നെക്സ്റ്റ് പ്രോഗ്രാം ഒരു എന്താണ് സംഘനൃത്തം. അങ്ങനെ നെക്സ്റ്റ് പ്രോഗ്രാം സംഘനൃത്തം ഗ്രൂപ്പ് ഡാൻസാണ് ഇനി കാണാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ കാണുന്നതിൽ സോങ് ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഞാൻ ഷോർട്ടാക്കി ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഷെനുമോളെ സ്പെഷ്യൽ ഡാൻസും കൂടിയാണ്. നല്ല അവൾ ഇൻട്രസ്റ്റോടെ കളിച്ചൊരു പ്രോഗ്രാമാണ്. എനിക്ക് അതിലുപരി കാണുമ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സോങ്ങും കൂടിയാണ് കേട്ടോ. അത് പ്രത്യേക ഒരു വൈബും കൂടി ഉണ്ടായിരുന്നു ഈ ഒരു സംഘനൃത്തം കാണുമ്പോൾ. അവൾ നല്ല ചിരിച്ച് കളിച്ചൊരു ഡാൻസാണ് കേട്ടോ. അങ്ങനെ ഷെനുമോളുടെ ഈ പ്രോഗ്രാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഡാൻസ് ആയിരുന്നു കേട്ടോ. പേഴ്സണലി അത്രത്തോളം ഞാൻ പറയാൻ കാരണം നല്ല രസമുള്ളൊരു പ്രോഗ്രാമായിരുന്നു. എല്ലാവരും ആ നൃത്തം ചെയ്യുമ്പോൾ അത് പ്രത്യേകിച്ചൊരു ഭംഗിയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ഷെനുമോൾ നല്ല എൻജോയ് ചെയ്തിട്ട് കളിച്ചൊരു ഡാൻസാണ്. അപ്പോൾ നല്ല രസമായിട്ട് കുട്ടികളെല്ലാവരും നല്ല അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഈ കുട്ടികളുടെ ഈ ഒരു ഡാൻസ് ഉണ്ടല്ലോ ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. ആ പാട്ടിൽ കൂടെ ഒരു കഥ പറയുന്ന ഈ ഒരു പാട്ട് അടിപൊളിയായിരുന്നു. ആ സോങ്ങിന് അത്രത്തോളം ഒരു ആത്മാർത്ഥതയോടെ ഇവർ ഈ ഡാൻസും കളിച്ചിട്ടുണ്ടായിരുന്നു. അല്ലാത്തൊരു കാണുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജി നമ്മുടെ മനസ്സിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിട്ട് അടിപൊളിയായിട്ട് കുട്ടികളൊക്കെ കളിച്ചിട്ടുണ്ട്. ഷെനുമോൾ മിടുക്കിയായിട്ട് കളിച്ചിട്ടുണ്ട്. പിന്നെ ചിലങ്ക കെട്ടിയത് ഊരാൻ സമ്മതിക്കില്ലായിരുന്നു കേട്ടോ. അത് തുള്ളി ചാടി കളിക്കാനുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. മാഷാല്ലാ പ്രോഗ്രാമൊക്കെ പൊളിച്ചടുക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ കുഞ്ഞു വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റൊക്കെ ചെയ്യാൻ മറക്കരുത്. ഓക്കെ ബൈ, സീ യു.